ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീടോ സ്ഥലമോ വാഹനമോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ വന്ന് ഷൂട്ട് ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ്. കോഴിക്കോട് സിറ്റിയിൽ നിന്നും 9 കിലോമീറ്റർ അകലെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും 3 കിലോമീറ്റർ അകലെയും മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 5 സെന്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ 2 നിലയിലാണ് ഈ വീട് ഉള്ളത്. വീട്ടിലേക്കുള്ള റോഡില് മുഴുവനും ടൈല് പതിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ ചുറ്റു സൈഡ് മുഴുവനും ടൈല് പതിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായ ഒരു സിറ്റ് ഔട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ടൈലിട്ട് വളരെ വൃത്തിയോടെയാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം തടിയിൽ തീർത്ത മനോഹരമായ ഒരു ഡോറുണ്ട്. ഈ ഡോറിൽ നിന്നും നമ്മളിപ്പോൾ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. ഹാളും വളരെ മനോഹരമാണ് കാണാൻ. ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ്. ഹാളിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ബെഡ്റൂമിലേക്ക് കയറുകയാണ്. നല്ല ഭംഗിയാണ് ഈ ബെഡ്റൂം കാണാൻ. നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതിൽ തന്നെ വാഷ് ബേസിൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഹാളിലേക്ക് തന്നെ വീണ്ടും കയറുകയാണ്. ഹാളിൽ നിന്ന് മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ആ ബെഡ്റൂമും നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. 2 ജനലുകളാണ് ഉള്ളത്. താഴ്ത്ത നിലയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം. ആ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ്. ഒപ്പം വാഷ് ബേസും ആ ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിന്റെ സൈഡിൽ ഒരു വാഷ് ബേസ് ഉണ്ട്. ഹാളിൽ നിന്ന് നമ്മൾ അടുക്കളയിലേക്ക് കയറുകയാണ്. അടുക്കള അതിമനോഹരം എന്ന് തന്നെ പറയാം. ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഈ അടുക്കളയിലുണ്ട്. പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ള റാക്കുകൾ, നിറയെ റാക്കുകൾ ഈ അടുക്കളയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അടുക്കളയിലെ മുഴുവൻ പണികളും തീർത്തിട്ടുണ്ട്. പാത്രങ്ങൾ അടുക്കി വെക്കാൻ ഉള്ള ഡ്രോയും കബോർഡുകളും എല്ലാ സൗകര്യങ്ങളുമുള്ള അതിമനോഹരമായ ഒരു അടുക്കളയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അടുക്കളയോട് ചേർന്ന് ഒരു സ്റ്റോർ റൂം ഉണ്ട്. അത് നമുക്ക് അടച്ചിടാവുന്ന രീതിയിലാണ് സ്റ്റോർ റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്.
അതിനോട് ചേർന്ന് തന്നെ വീണ്ടും ഒരു റാക്കുണ്ട്. സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടിയുള്ള റാക്കും ഈ അടുക്കളയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. അടുക്കള മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി മാക്സിമം യൂസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അടുക്കള ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഹോളിൽ നിന്നും മുകളിലത്തെ നിലയിലേക്ക് മനോഹരമായ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ കേസിന്റെ പടികളെല്ലാം നല്ല രീതിയിലാണ് വർക്ക് ചെയ്തത്. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, വളരെ ഫിനിഷിങ്ങിലാണ് ഈ സ്റ്റെയർ കേസിന്റെ പടികളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. മുകളിലത്തെ നില കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഒരു ബെഡ്റൂം പോലെ, ഹോളാണ് പക്ഷെ ഒരു ബെഡ്റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മുകളിലത്തെ നിലയിൽ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തുണികളൊക്കെ കഴുകിയിടാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് ആണുള്ളത്. അപ്പോൾ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസുകളും എല്ലാം മുകളിലുണ്ട്. മുകളിലത്തെ നിലയിൽ മനോഹരമായ ഒരു ബാൽക്കണിയാണുള്ളത്. നല്ല രീതിയിലാണ് അതിന്റെ വർക്ക് ഇവർ പൂർത്തീകരിച്ചിരിക്കുന്നത്. നല്ല വ്യൂ ആണ് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. അവിടെ നിന്നും ആ ബാൽക്കണിയിൽ നിന്നും തൊട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വെജിറ്റബിൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ സ്പേസ് ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇതിന് കാണാൻ. ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ മുഴുവൻ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട്. ഒപ്പം വറ്റാത്ത കിണറുണ്ട്. വീടിന്റെ ചുറ്റോട് ചുറ്റും ടൈല് പതിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടോ സ്ഥലമോ വാഹനമോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ അവിടെ വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.